അതെ, മനസ്സിന് നല്ല ധൈര്യമുള്ള ആളുകൾ മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ കേട്ടോ. ഇതിനകത്ത് ഓജോ ബോർഡിനെ കുറിച്ചും സ്പിരിറ്റ്സിനെ കുറിച്ചും അതുണ്ടാക്കിയ കുറച്ച് ഡിസ്റ്റർബൻസസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യമുള്ളവർ മാത്രം കാണുക. അപ്പോൾ ഇത് നടന്നത് 2012 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കൂടുതലും ഹോസ്റ്റൽ കുട്ടികളാണ് ഈ ഓജോ ബോർഡ് കളിക്കാൻ മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ 2012 ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് പിള്ളേരെല്ലാവരും കൂടെ ഒരു ഫ്ലാറ്റിലൊരു പാർട്ടി ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ആ ഹോസ്റ്റലിൽ ഫ്ലാറ്റിൽ പോകുമ്പോൾ ഇവർ ഈ ഒരു ഓജോ ബോർഡും കൊണ്ടാട്ടോ പോയത്. ഓജോ ബോർഡും കൊണ്ട് അവിടെ ചെന്ന് ഇവർ പരിപാടിയൊക്കെ തുടങ്ങിയപ്പം ഈ ഓജോ ബോർഡ് നിരത്തി വെച്ച് അതിൻ്റെ പുറത്തൊരു കോയിനും വെച്ചു, ക്യാൻഡലും കത്തിച്ചു. എന്നിട്ട് ചോദിച്ചു ഇവിടെ ഞാനും ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൈൻ തരാൻ പറഞ്ഞു. ഉടനെ തന്നെ ആ കോയിൻ അനങ്ങി. അടുത്തത് അപ്പോൾ ഇവരെല്ലാം ഈ പിള്ളേരെല്ലാം ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. ഇവർക്ക് ഇതൊന്നും വിശ്വാസമില്ല. മെയിൻലി ജസ്റ്റ് ഒരു കളി എന്ന രീതിയിലാണ് ഈ സാധനം കൊണ്ട് വന്നത്. അടുത്തത് ഇത് എന്താ ചെയ്തത്, ഈ കോയിൻ ഇങ്ങനെ അനങ്ങി ആരെയെ കയറ്റിന്ന് എഴുതി കാണിച്ചു. അതായത് ഹിന്ദിയിൽ രക്തം എന്ന് പറഞ്ഞാൽ അറിയാലോ, ബ്ലഡ്. അപ്പോൾ അപ്പോഴും പിള്ളേരെല്ലാം ചിരിക്കുകയാണ്. പക്ഷെ ചിരിച്ച് ഈ കൂട്ടത്തിൽ ഒരു കുട്ടി മാത്രം, ആ കുട്ടിക്ക് വല്ലാത്തൊരു തണുപ്പ് ഫീൽ ചെയ്യും. അത് വിറയ്ക്കാൻ തുടങ്ങി, അത് തല കറങ്ങി താഴെ പോയി. താഴെ വീണപ്പം പിള്ളേരെല്ലാവരും അതിനെ എണീപ്പിക്കാനൊക്കെ നോക്കി, വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ ഉണർത്തിയപ്പോഴത്തേനും ഇത് പറയുന്നത് ഹീസ് വാച്ചിങ്, ഹീസ് ഇൻസൈഡ് എന്നൊക്കെയാണ് പറയുന്നത്. അത് നമ്മൾ നോക്കുവാണ്, അതകത്തുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അപ്പോഴും ഈ പിള്ളേർക്കാരും അത്ര വിശ്വാസമൊന്നുമില്ല, ഈ കുട്ടി എന്തോ അന്നേരത്തെ അത് പേടിച്ചിട്ട് പറയുന്ന എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് അത് പക്ഷേ അവർക്ക് ഈ ഡോർ നമ്മുടെ ഈ വാൾസിലൊക്കെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ തോന്നലാണെന്നാണ് കൂടുതലും ആളുകളും കരുതുന്നത്. കാരണം കുറച്ച് കുടിച്ചിട്ടൊക്കെ ഉണ്ടാവും, പിന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ വെച്ച് എല്ലാവരുടെയും തോന്നലാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. എന്തായാലും സിറ്റുവേഷനെ കുറച്ച് ശാന്തമായപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി. പക്ഷേ ഈ അഞ്ജലിക്ക് രാത്രി ആകുമ്പോഴത്തേനും ഈ കുട്ടി ഉറക്കത്തിൽ കിടന്ന് കൂവുക, അതെല്ലാ മിറേഴ്സിലും ഒരു കവറിട്ട് അടച്ച് വെക്കുക, രാത്രി ഈ കുട്ടി ആരെയും ഈ കുട്ടിയുടെ കൂട്ടത്തില്ല, അങ്ങനെയൊക്കെ വല്ലാത്ത ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടായപ്പോൾ കുട്ടിയുടെ പേരൻസ് ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പുള്ളിക്കാരിക്ക് കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റ്ലി ഫിറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരൊരു തന്ത്രിയെ വിളിച്ച് നോക്കിപ്പിച്ചു. അപ്പോൾ തന്ത്രിയെ കൊണ്ട് ഏതാണ്ട് പൂജാതി കർമ്മങ്ങളൊക്കെ, പൂജ എന്ന് ഞാൻ പറയുന്നില്ല, ഏതാണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്തപ്പോൾ ഫസ്റ്റ് ആ ഒരു കർമ്മം ചെയ്തപ്പോൾ തന്നെ ഈ കുട്ടി അതിൻ്റെ ഇടയ്ക്ക് വോമിറ്റ് ചെയ്തു. അപ്പോൾ വോമിറ്റ് ചെയ്തപ്പോൾ എന്താ പറയുക, അതിനകത്ത് കുറേ നൂലുകളും നീഡിൽസുമായിരുന്നു ഉണ്ടായിരുന്നത്, സൂചികൾ. അപ്പോൾ ഈ തന്ത്രി പറയുന്നത് വളരെ വയലൻ്റ് ആയിട്ടുള്ളൊരു സ്പിരിറ്റാണ് ഈ കുട്ടിയുടെ മേത്ത് കയറിയെന്നാണ് ഈ തന്ത്രി പറയുന്നത്. എന്നിട്ട് പിന്നെ ഒരുപാട് സെഷൻസ് എടുത്തിട്ടാണ് ആ കുട്ടിയെ കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് റിക്കവറാക്കി എടുപ്പിച്ചത്. ഇവിടെ കുറേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട് കേട്ടോ, ക്ഷമിക്കണേ. അപ്പോൾ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടാണ് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ ഓജോ ബോർഡൊന്നും ആരും കളിയായി എടുക്കരുത് കേട്ടോ.